ആരുടെ വാശിയാണോ എന്തോ കൊച്ചിന് കിട്ടിയേക്കണേ. ഇത് കണ്ടോ എന്റെ മോതിരങ്ങളോ? കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോ ഇതുപോലത്തെ മോതിരം നിനക്കും വാങ്ങിച്ചു. എന്നുവെച്ചാൽ ഈ മോതിരം തരൂല കേട്ടോ. നിനക്ക് ഞാൻ കുറച്ചു നേരം കഴിയുമ്പോ പാലും ബിസ്ക്കറ്റും തരും. മുഴുവൻ തിന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. മുഴുവൻ തിന്നുവോ? തിന്നില്ലെങ്കിൽ ഞാൻ തിന്നോളാം. പാകുട്ടിയോട് സംസാരിച്ചോണ്ടിരിക്കണ? സംസാരിച്ചോണ്ടിരിക്കുന്നു. എന്താ കണ്ടിട്ട് മനസ്സിലായില്ലേ? ചേട്ടനോട് ദേഷ്യമാണോ മക്കൾക്ക്? ആണ്. ചേട്ടൻ പാവല്ലടാ മക്കളെ. അല്ല, ഒരിക്കലും അല്ല. മക്കളെ നിനക്കൊരു കാര്യം അറിയോ? ചേട്ടന്റെ നെഞ്ചേ നീറി പുകഞ്ഞോണ്ടിരിക്കുകയാണ്. എന്നാ പിന്നെ കുറച്ച് ഐസാട്ടോ എടുത്ത് വായിലിടും. അതാവുമ്പോ കുറച്ച് ആശ്വാസം കിട്ടും. ആ എന്റെ പാറു എന്റെ അടുത്ത് ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷെ ഇപ്പം നിസാര മോതിരത്തിന്റെ പേരില് ആ സ്നേഹമൊക്കെ പോയി. സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ ഈ മോതിരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. മക്കളെ മക്കളെ ഇരി, നിനക്കൊരു കാര്യം അറിയും. എന്ത്? ഈ ചേട്ടന് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ കരുതൽ സ്നേഹമുള്ള നിന്റെ അടുത്ത് മാത്രമാണ്. വേറെ ആരുടെയും കാര്യം ആലോചിച്ച് ചേട്ടൻ ടെൻഷൻ അടിക്കാറില്ല. ചേട്ടന് മക്കളുടെ കാര്യത്തിലാണ് ഉൾക്കണ്ട. കാരണം എന്താ അറിയൂ, ഇവിടുത്തെ ഏറ്റവും കുഞ്ഞു മക്കളല്ലേ. മക്കളെ കേശുചേട്ടൻ എന്താണ് കേശവൻ എത്രയും പെട്ടെന്നൊരു ജോലി വേണമെന്ന് പറയുന്നത് നിനക്കറിയൂ? മെർലിൻ ചേച്ചിയെ കല്യാണം കഴിക്കാൻ അല്ലേ? അത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാല് എന്റെ മക്കളാണ്. എന്റെ മക്കളെ കല്യാണം കഴിപ്പിച്ചു വിടണം, നന്നായിട്ട് പഠിപ്പിച്ച് വലുതാക്കണം. ഇതൊക്കെ ചേട്ടൻ്റെ ഒരു ഉത്തരവാദിത്തമല്ലേ? ശരിക്കും പറഞ്ഞാൽ ഞാൻ മക്കളുടെ ചേട്ടനല്ല, ചേട്ടച്ചനാണ് ചേട്ടൻ. എന്റെ മോതിരം എടുക്കാൻ നോക്കുന്ന എന്റെ മോതിരം എടുക്കാൻ നോക്കുന്നു. എനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്നൊക്കെ പറയുന്ന നൈസിന് എന്റെ മോതിരം അങ്ങ് ഉരി എടുക്കാൻ നോക്കുന്നു. നിനക്ക് നാണമില്ലേടാ? നീ ഒരു കാര്യം ചെയ്യ്, വേറെ വല്ല ജോലിക്കും പോയിട്ടേ കുറച്ച് പൈസ ഒക്കെ സെറ്റ് ആക്കിയിട്ട് ആ കൊച്ചിന് വേറെ വല്ല മോതിരം മേടിച്ചു കൊടുക്കും. ഒരു കാര്യം ചെയ്യ്, ചേച്ചി ഒരു 20,000 രൂപ ഞാൻ ഒരു മോതിരം മേടിച്ചു കൊടുത്തിട്ട് ചേച്ചിയുടെ പൈസ തിരിച്ച് EMI ആയിട്ട് തരാം. ജീവിക്കാൻ സമ്മതിക്കൂലല്ലേ നീ എന്നെ? പട്ടിയാരും. പിന്നെ പാറുവിനോടായിട്ട് നീ എങ്ങാനും ആ മോതിര കയ്യിൽ നിന്ന് ഒരു കൊടുത്തെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ നിന്നെ ശരിയാക്കാൻ പോകുന്നത് ഈ ശിവചേച്ചിയായിരിക്കും. എന്റെ സ്വഭാവം നിനക്കറിയാലോ. ചേച്ചി പേടിക്കണ്ട, ഞാൻ ഈ മോതിരം ഊരി കെടുക്കാനേ പോകുന്നില്ല. അതാണ് ഓക്കെ. ഞാനൊന്ന് താന്ന് തന്നപ്പോ എല്ലാം കൂടെ തലേ കയറി തിന്നാനെ കളിക്കണ്. അമ്മ കേശു അലമ്പുണ്ടാക്കണം. കേശു ആണ് ആവശ്യമില്ലാത്ത പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന അമ്മ. എന്താ പ്രശ്നം? അമ്മൂമ്മ കേശു ഉണ്ടല്ലോ ഈ പാവം കൊച്ചിന്റെ കയ്യിൽ നിന്ന് മോതിരം പലോട്ട് ഇങ്ങനെ ഊരി വാങ്ങാൻ നോക്കുന്നത്. എന്നെ നോക്കണ്ട, എനിക്കിതിൽ പങ്കൊന്നുമില്ല. അവൻ ആ കൊച്ചിന് മേടിച്ചു കൊടുത്തതല്ലയോ, നിനക്കതങ്ങ് തിരിച്ചു കൊടുത്തുകൂടായോ? അമ്മൂമ്മയ്ക്ക് അടുക്കള ജോലിയൊന്നുമില്ലേ? ഈ മോതിരം ഞാൻ ആർക്കും കൊടുക്കൂല. ഞാൻ എന്ത് ചെയ്തിട്ടാ? കൊച്ചെ പറക്കുത്തരം പറിച്ച് നിർത്തിക്കോളാം കേട്ടാ. ഒന്ന് പാറെടുത്ത് എന്തൊക്കെയാ സംസാരിക്കണമെന്ന് യാതൊരു ബോധമില്ലാണ്ട് വരുവാണ്. ഞാൻ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. എന്തൊക്കെ വന്നാലും മോതിരം വിട്ടുകൊടുക്കരുത്. ഇല്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.